ഗംഗയുടെ പേരെന്താ? അല്ല ഞാൻ പറഞ്ഞത് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് വിദ്യേട്ടൻ എന്ന് വിളിക്കണോ അതോ ബിദ്ദു എന്ന് വിളിക്കണോ? അമ്പോ സ്പൈസി ആയിരിക്കും. ഇത് സ്പൈസി ആണെന്ന്. ഇത് ഓക്കെ ആണ് അല്ലേ? ഓക്കെ അല്ലേ? അല്ല മുളകല്ലേ? അറിയോ? ഇല്ല. ഗംഗ. എന്താണ് നിങ്ങൾ ഇത്രയും കാലത്തിനിടയ്ക്ക് നിങ്ങൾ ഗംഗയുടെ പേരെന്താ? അല്ല ഞാൻ പറഞ്ഞത് ഗംഗയുടെ എന്ത് ചെയ്യുന്നു? മണ്ടന വെറുതെ ഗംഗയുടെ ഡാൻസറാണ്. ഓക്കെ വിദ്യയുടെ സുഹൃത്തിന് എന്തോ ബുദ്ധിപരമായ ചോദ്യം ചോദിക്കാറുണ്ട്. ഗംഗയുടെ ആക്ഷന്റെ പേരെന്താ? ബുദ്ധിപരമായ ക്വസ്റ്റ്യൻ മാത്യു. അച്ഛന് ഗംഗയെ മാറ്റാൻ ഐഷാനല്ലേ? ചേട്ടന്റെ പേര് വിദ്യ. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് വിദ്യേട്ടൻ എന്ന് വിളിക്കണോ അതോ ബിദ്ദു എന്ന് വിളിക്കണോ? കുട്ടിയോട് പറഞ്ഞില്ലെങ്കിലേ എന്ത് വിളിക്കണം? തമാശ എനിക്കിഷ്ടാ. അടുത്താളെ വിളിക്കണം. എനിക്ക് സ്വാതന്ത്ര്യം. ഞാൻ കുറെ നേരം ഇവരോട് ചോദിക്കണേ നദികളെ സുന്ദരി യമനെ മാത്രമാണോ? നിന്റെ ആൻസർ വരുന്നില്ല. അല്ല, യമുനയാണ് നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു നദി, അതുകൊണ്ടാണ്. നമ്മുടെ നായികയുടെ പേരെന്താ? യമുന. ഓ നന്നായി രക്ഷപ്പെട്ടു. ഓക്കെ അടുത്ത ആള് വരട്ടെ. സോണിയ ഹൈറ്റ് കൊണ്ടൊക്കെ ഇതിക്ക് ചേരും കേട്ടോ കുട്ടി. അപ്പൊ മറ്റേ ജിലേബിയോ? ജിലേബി മൊത്തത്തില് കണ്ടതിന് അറിയില്ല. ഒരു ഒടക്ക് വള്ളിയാണ്. ആ വള്ളിയാണ്. ആ സ്വീറ്റി താങ്ക് യു. എന്താ പേര്? ഭവാനി എന്ന് പറഞ്ഞ പുഴയാണ്. ഭവാനിപ്പുഴ ഉണ്ട് അല്ലേ? ഉണ്ട്. ആ അടുത്ത ആള് വരട്ടെ. സോറി സാർ. അമ്പോ ഓ ഇതൊന്നും വേണമെന്ന് കുട്ടി ഭയങ്കര സ്മാർട്ടാട്ടോ. കണ്ണൻ ചേട്ടാ ഇതിപ്പോ എന്തായിട്ട് വരും? പേരെന്താ? കുഴലപ്പം. ഇതിന്റെ പേരെന്താ? കുട്ടിയുടെ പേരെന്താ? നൈലോ. നൈലവിടെ ഇരുന്നോ? അവിടെയല്ല, ഇവിടെ. ഇവിടെ എടങ്ങാണ്ടാക്കല്ലേ? കയ്യിലപ്പോ ഒരുപാട് സമയം എടുത്തോ പുറപ്പെട്ടിട്ട്?